PDF നോക്കട്ടെ കേട്ടോ. Okay, good afternoon to all. Good afternoon, teacher. Good afternoon. Okay, English ആയതുകൊണ്ട് എല്ലാവരും ലെഫ്റ്റ് ആവാണ്. ലെഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഹലോ, ലെഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്, പേടിക്കണ്ടെന്ന് പറഞ്ഞു. ക്ലാസ് അല്ലേ കഴിഞ്ഞു. ഓക്കെ, അപ്പോ ക്ലാസ് ആണല്ലേ? ഇംഗ്ലീഷ് ക്ലാസ് ആയിരുന്നു ലാസ്റ്റ്. ക്ലിയർ ആവുന്നില്ല ടീച്ചർ. ക്ലിയർ ആവുന്നില്ല? എന്ത് ക്ലിയർ ആവുന്നുണ്ട്? എനിക്കൊക്കെ ക്ലിയർ ഉണ്ട്. ക്ലിയർ ആണല്ലോ കേട്ടോ. ഓക്കെ, ഇപ്പൊ ഓക്കെ. എല്ലാവരും ഇവിടെ നോക്കിയിട്ടുണ്ടാവേ. ഓക്കെ, അപ്പോ എങ്ങനെയുണ്ട്? പോർഷൻസ് കംപ്ലീറ്റ് ആയി? എല്ലാവരും പഠിച്ചത് തുടങ്ങിയോ? ടോം ഫുൾ ഉണ്ട് സാർ. ടോം പഠിച്ച് ഫുൾ ആക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താണ്? ക്ലാസ് ആണല്ലോ. പറയാനുണ്ടോ നിങ്ങൾക്ക്? ലാസ്റ്റ് പറയാം. ഓക്കെ, നമുക്കെന്താ ഞാൻ പറഞ്ഞിരുന്നു, ഇന്റർവ്യൂവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, അതായത് ബേസിക്സ് ആയി കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇന്റർവ്യൂവിന് നമ്മൾ പോകുമ്പോ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് എന്താണ്? സെൽഫ് കോൺഫിഡൻസ്. അത് വേണ്ട ടീച്ചർ. ശരിയാണ്. നമുക്കൊരു ഉദ്ദേശിച്ചതല്ല. ഓക്കെ, ഒരു CV വേണം നമുക്ക്, അല്ലെ? നല്ലൊരു CV വേണം, വേണ്ടേ? CV ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരുപാട് വാരി വലിച്ചു എഴുതാതെ ഒരു നല്ലൊരു CV. നിങ്ങൾക്കറിയാലോ CV ഫോർമാറ്റ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. സോ അത്യാവശ്യം പോയിന്റുകൾ മാത്രമുള്ള, പെട്ടെന്ന് കണ്ടാൽ അട്രാക്റ്റീവ് ആകുന്ന ഒരു CV എപ്പോഴും കയ്യിൽ വേണം. മസ്റ്റ് ആണ്. ഓക്കെ, സോ CV റെഡിയാണ്. ഇനി നമ്മള് ഇന്റർവ്യൂവിന് പോവാണ്. എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? എന്തൊക്കെ ശ്രദ്ധിക്കണം? അപ്പിയറൻസ് എന്തൊക്കെ ശ്രദ്ധിക്കണം? Dressing ഇമ്പോർട്ടന്റ് ആണ്. ബിഹേവിയർ. ഡ്രസ്സിംഗ് പറയാം നമുക്ക്. ഡ്രസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഡ്രസ്സിംഗ് എങ്ങനെയാണ്? പ്ലെയിൻ കളർ ഷർട്ട് ആയിരിക്കും. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നല്ല ഏതെങ്കിലും സിംഗിൾ കളർ ഷർട്ട് ആയിരിക്കണം. വൈറ്റ് ആണെങ്കിൽ വൈറ്റ്, ബ്ലൂ ആണെങ്കിൽ ബ്ലൂ. ഡിഫറെന്റ് കളർ ഷർട്ട് ഇടാതെ എന്നെ അല്ല, ബോയ്സ് ആണെങ്കിൽ പ്ലെയിൻ കളർ ഷർട്ട് ആയിരിക്കുന്നതായിരിക്കും നല്ലത്, ഇല്ലേ? ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കണം. ഷർട്ടല്ല, ഗേൾസോ? അട്രാക്റ്റീവ് ആയിരിക്കണം മിസ്സേ. അട്രാക്റ്റീവ് ആയിരിക്കണം. ഞാൻ പറഞ്ഞത് നമ്മള് കല്യാണത്തിന് പോകുന്ന പോലെ ഇന്റർവ്യൂവിൽ പോകരുത്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഫോർമൽ ആയിരിക്കണം. ഗുഡ് പേഴ്സണാലിറ്റി തോന്നിക്കണം. എന്തോ ഗുഡ് പേഴ്സണാലിറ്റി തോന്നിക്കണ്ടേ? അതായത് ഇപ്പോ അട്രാക്റ്റീവ് എന്നല്ല, കളേഴ്സ് അങ്ങനെ പറയുന്നില്ല. എക്സിക്യൂട്ടീവ് ആയിട്ട് പോകണം. എക്സിക്യൂട്ടീവ് അടിച്ചില്ലെങ്കിലും അവിടെ കാണുമ്പോ ഓക്കെ ഡ്രസ്ഡ് ആണ് എന്ന് തോന്നണം. ആ ഡ്രസ് നിങ്ങൾക്ക് ഫിറ്റ് ആയിരിക്കണം കറക്റ്റ് ആയിട്ട്. കുറച്ചുകൂടെ കുറച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. മനസ്സിലായോ? അതിന് കളറൊന്നും അങ്ങനെ പെർട്ടിക്കുലർ കളറൊന്നും പറയുന്നില്ല. ഇടുന്ന ഡ്രസ്സ് കംഫർട്ടബിൾ ആയിരിക്കണം, കറക്റ്റ് ഫിറ്റ് ആയിരിക്കണം. കാണുമ്പോ നമുക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തോന്നണം, ഹൈജീനിക് ആയിട്ട് തോന്നണം. ഓക്കെ, ഗേൾസ് ആണെങ്കിൽ ഒരുപാട് ജ്വല്ലറീസ് ഒന്നും നമ്മള് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ മേക്കപ്പ് ആണെങ്കിൽ പോലും, മേക്കപ്പ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഒരുപാട് മേക്കപ്പ് ഒന്നും ചെയ്യണ്ട. ലൈറ്റ് മേക്കപ്പ് ചെയ്തിട്ട് മാത്രം പോവുക. ഇതൊക്കെയാണ് അപ്പിയറൻസിൽ പറയുന്നത്. സാരി വേണമെന്നാ?
നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് വെയർ ചെയ്യാം, പക്ഷെ ആ ഡ്രസ്സ് നമുക്ക് കാണുമ്പോൾ ഫ്രഷ് ആൻഡ് നീറ്റ് ആയിട്ട് തോന്നണം. ഓക്കെ, പിന്നെ എന്താണ്, പിന്നെ എപ്പോഴും നമ്മള് പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് ഹാർഡ് സ്മെല്ലൊന്നും യൂസ് ചെയ്യരുത്, ലൈറ്റ് സ്മെല്ല്. ആർക്കും ഒരു ഹേർട്ട് ആകാത്ത രീതിയിലുള്ള സ്മെല്ലുള്ള പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്യാൻ നോക്കാം മാക്സിമം. ഓക്കെ, പിന്നെന്താ, എപ്പോഴും ഹൈജീനിക് ആയിരിക്കണം, മെയിൻ ആയിട്ട് ഹൈജീനിക് ആയിരിക്കണം. നമ്മുടെ ഓറൽ ഹൈജീൻ ആണെങ്കിൽ ബ്രഷ് ആയിരിക്കണം. മനസ്സിലായോ? ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെന്താ, മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി പങ്ക്ച്വൽ ആയിരിക്കണം. ഓക്കെ, കറക്റ്റ് ടൈമിന് ചെല്ലണം. കറക്റ്റ് ടൈമിന് കുറച്ച് മുൻപായിട്ട് പോയിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. ഇന്റർവ്യൂ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ഉണ്ടായിരിക്കണം. ഓടിപ്പാണെന്നോ എന്താണ് വൃത്തി പിടിച്ച് ഓടിപ്പാണെന്ന് നമ്മൾ വേറത്തെ കുറിച്ചൊന്നും ഒരിക്കലും ഇന്റർവ്യൂവിന് ആ പാനലിൽ പോയിരിക്കാൻ പാടില്ല. റിലാക്സ്ഡ് ആയിട്ട് കൂൾ ആൻഡ് കാം ആയിട്ടായിരിക്കും നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇന്റർവ്യൂ നമ്മൾ അവിടെ ചെന്നിട്ട് പോസ്റ്റേഴ്സ്, നമ്മൾ ഇരിക്കേണ്ട രീതികൾ, ബോഡി ലാംഗ്വേജ് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം അവർ വാച്ച് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അപ്പോ നല്ല രീതിയിൽ ഇരിക്കുക. ബോഡി ലാംഗ്വേജ് ഒക്കെ നമ്മൾ അറിയാമല്ലോ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമല്ലോ, എങ്ങനെയൊക്കെയാണ് രീതിയിൽ ചെയ്യുന്നത് എന്നൊക്കെ അറിയാമല്ലോ. അപ്പൊ ആ രീതിയിൽ അത് നമ്മൾ ചെയ്യുമ്പോ ഇരിക്കാം. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്റർവ്യൂ പോകുമ്പോ പാനലിൽ അവിടെ ചെന്നിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ടെൻഷൻ ആകുമ്പോൾ ചിലർക്ക് കൈ ഇഞ്ഞിട്ട് കൊടുക്കും, അല്ലെ, വിരൽ ഇഞ്ഞിട്ട് കൊടുക്കും. മനസ്സിലായോ? കച്ചവട കാലാണ്, അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യരുത്. ആ, അതൊന്നും ചെയ്യണ്ട. ഫസ്റ്റ് ഇന്റർവ്യൂവിൽ പോകുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല, ടെൻഷൻ വേണ്ട, അത് വിട്ടേക്കും. ടെൻഷൻ എടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, ഈ ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി നമുക്ക് കിട്ടും, നമുക്ക് വിധിച്ച ജോലി തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ട് ടെൻഷൻ അടിച്ചൊന്നും ആരും ഇന്റർവ്യൂവിൽ പോകരുത്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെന്താണ്, ഇന്റർവ്യൂ എല്ലാവരും ഇംഗ്ലീഷ് ആവണമെന്നൊരു നിർബന്ധമില്ല. ഇംഗ്ലീഷിൽ ചിലർക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്നത് ഇംഗ്ലീഷ് അറിയാത്തവർക്കാണെങ്കിൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പറയുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് അത് പ്രിപ്പയർ ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് സെൽഫ് ഇൻട്രോ ഇംഗ്ലീഷ് ചെയ്യാവുന്നതാണ്. അല്ലാതെ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇംഗ്ലീഷിൽ സംസാരിച്ച് കൊളാക്കണ്ട. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എന്നാലും തട്ടിക്കൂട്ടി ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞ് ഒപ്പിക്കും, അങ്ങനെ ഒന്നും പറയരുട്ടോ. എന്തെങ്കിലും പോയിട്ട് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഓക്കെ, അറിയില്ല, നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ ലാംഗ്വേജ് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. കാരണം നിങ്ങൾ ഇന്റർവ്യൂവിന് പോയിരിക്കുന്നത് എന്ത് ജോലിക്കാണ്? ഇംഗ്ലീഷ് ടീച്ചർ ആയിട്ടോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒരു മെയിൻ അവിടെ ജോലി ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് മെയിൻ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല. അങ്ങനത്തെ ജോലിക്ക് ആയിരിക്കില്ല നിങ്ങൾ പോവാ. ഇപ്പൊ പഠിച്ചിറങ്ങുകയാണെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീൽഡായിരിക്കും, അല്ലെ? അപ്പൊ അതിൻ്റെതായ നോളജും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓക്കെ. അപ്പോ ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് സംസാരിക്കാനോ ട്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യം, മലയാളത്തിൽ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ. ഞാൻ ഇന്റർവ്യൂവിൽ പോകുമ്പോൾ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കണമല്ലോ, ഒന്നൊന്നോട്ട് ടെൻഷൻ അടിക്കേണ്ട. അതെ ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്നും ടെൻഷൻ അടിക്കേണ്ട. പക്ഷേ നിങ്ങൾക്ക് കാര്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സെൽഫ് ഇൻട്രോ ചെയ്യുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ അത് പറയാവുന്നതാണ്, സിമ്പിൾ ആണ്. ഓക്കെ, ബാക്കി ഏത് കാര്യങ്ങളും അറിയില്ല, നിങ്ങൾക്ക് കോൺഫിഡന്റ് അല്ല എങ്കിൽ നിങ്ങൾ ആ ലാംഗ്വേജ് യൂസ് ചെയ്യണ്ട. ഓക്കെ, ഇനി നമ്മള് ഫസ്റ്റ് ഇന്റർവ്യൂ നമ്മൾ വിളിച്ചു എന്ന് വിചാരിച്ചു. നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തുടങ്ങുന്ന കാര്യങ്ങൾ പറയാം. നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ എന്താ പറയാ? ഐ കമ്മിങ് ഓർ മേ കമ്മിങ് ചോദിക്കാം, അല്ലെ? മേ കമ്മിങ് ചോദിക്കാം. ഓക്കെ, മേ കമ്മിങ് ചോദിക്കുമ്പോൾ അവര് ഓൾറെഡി കമ്മിങ് പറയും. ചിലപ്പോൾ ചിലര് ഇരിക്കാൻ പറയും, സീറ്റ് എന്ന് പറയും.
അഥവാ സപ്പോസ് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം മേ ഐ സീറ്റ് ഓർ മേ ഐ ടേക്ക് ദ സീറ്റ് എന്ന് ചോദിക്കാം. മേ ഐ സീറ്റ് ഓർ മേ ഐ ടേക്ക് ദ സീറ്റ് എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ആ സീറ്റ് ഇരിക്കാം. ഓക്കെ, കാരണം ഡോർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ മുതൽ നിങ്ങൾ അവര് ഒബ്സർവ് ചെയ്യുന്നുണ്ടാകാം. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി നമുക്കത് നല്ലതാണ് അല്ലെ, പ്ലസ് പോയിന്റ് ആണ്. അപ്പോ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? മേ ഐ ഇസ് കമ്മിങ് ചോദിക്കാം. നോട്ട് എഴുതി വെച്ചോണ്ട് ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ അവിടെ ഒരു പോയിന്റ് ആയിട്ട് നോട്ട് എഴുതിയിരിക്കാം ഞാൻ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ മേ ഐ കമ്മിങ് ചോദിക്കുന്നു, ഡോർ ഓപ്പൺ ചെയ്ത് ചോദിക്കുന്നു മേ കമ്മിങ് കമ്മിങ് ടേക്ക് യുവർ സീറ്റ് എന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് ചോദിക്കണം? മേ ഐ സീറ്റ് ഓർ may I sit or may I change the seat? നമുക്ക് ഇത് രണ്ടില്ലെങ്കിൽ രണ്ടിലും ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. May I sit or may I take the seat? നമുക്ക് ചോദിക്കാം. ഓക്കെ, അങ്ങനെ അവർ ഇരിക്കാൻ പറഞ്ഞു, നമ്മൾ അവിടെ ഇരുന്നു. ഇനി എന്താ ചെയ്യണ്ടേ? ഒരു വിഷ് ചെയ്യണ്ടേ നമുക്ക്? മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ് സാർ, അല്ലെങ്കിൽ സാർ എന്ന് പറയാം. എന്തായാലും അവിടെ മാം ആണെങ്കിൽ ഓക്കെ ഗുഡ് മോർണിംഗ് മാം എന്ന് പറയാം നമുക്ക്. അതിനുശേഷം ചെയ്യേണ്ടത് വിഷ് ഡൺ. വിഷ് ചെയ്യാം. ഓക്കെ, തേർഡ് പോയിന്റ് വിഷ് ദം ഗുഡ് മോർണിംഗ് സാർ ഓർ മാഡം. അത് നമ്മൾ വിഷ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയോ? അപ്പൊ കുറച്ച് പേര് നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടെന്ന് വിചാരിക്കും. ഒന്നും അതിൽ കൂടുതൽ ആൾക്കാർ 4-3 പേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരാളെ ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ് മാം, ഗുഡ് മോർണിംഗ് സാർ ഇങ്ങനെ പറയണ്ട. ഓക്കെ, ഇത് കോമൺ ആയിട്ട് ഗുഡ് മോർണിംഗ് സാർ നോക്കിയിട്ട് നമ്മൾക്ക് ഒരു ഫുള്ള് ചുരുങ്ങി നോക്കിയിട്ട് ഒരു കോമൺ ആയിട്ട് ഗുഡ് മോർണിംഗ് പറയാം. അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, അല്ലാതെ ഓരോരുത്തർ പട്ടികയായിട്ട് ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയണ്ട. ഓക്കെ, സാർ എന്നിട്ട് നമുക്ക് കണ്ണുകൊണ്ട് എല്ലാവരും നോക്കാം, എല്ലാവർക്കും പറഞ്ഞു വരുന്ന രീതിയിൽ നമ്മൾ നോക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഗുഡ് മോർണിംഗ് പറയാവുന്നതാണ്. ഫസ്റ്റ് വിഷ് ചെയ്യണ്ടേ. അതിനുശേഷം ഒരു പേര് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പേര് പറയാം. എങ്ങനെയാ പറയാത്? മൈ നെയിം ഈസ് അശ്വതി ഓർ ഐ ആം അശ്വതി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, മൈ നെയിം വെച്ച് പറയാം, അല്ലെങ്കിൽ ഐ ആം വെച്ച് പറയാം. മൈ നെയിം ഈസ് ഓർ ഐ ആം അശ്വതി. ഞാൻ സാമ്പിളാണേ, നിങ്ങൾക്ക് നിങ്ങളുടെ പേര് എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സെൽഫ് കൺട്രോൾ ചെയ്യാൻ പറയായിരിക്കാം. അപ്പൊ നിങ്ങൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ നിങ്ങൾ പറയാം. അത് പറയേണ്ടത് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളോ ഒന്നായിരിക്കും ഇത് പറയേണ്ടത് കേട്ടോ. അത് പ്രത്യേകം പറയാണ്. എന്റെ വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, മക്കളുണ്ട്, ഇതൊന്നും എല്ലാവർക്കും അറിയേണ്ടത്. മനസ്സിലായോ? നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നല്ല അവർക്ക് അറിയേണ്ടത്. നിങ്ങളെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആണോ പറയേണ്ടത്? നിങ്ങളുടെ പേര് പറയാം, അതിനുശേഷം ക്വാളിഫിക്കേഷൻ പറയാം, അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അച്ചീവ്മെന്റ്സ് പറയാം, സ്കിൽസ് പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പറയാ. അപ്പൊ ഫസ്റ്റ് മൈ നെയിം ഈസ് അശ്വതി, ഐ ആം കം ഫ്രം നമ്മൾ എവിടുന്നാണ് വരുന്നത് അവിടെ പറയാം. ഒന്നും മനസ്സിലായില്ല. ഞാൻ ഇപ്പം ഭർത്താവ് വെരി ഗുഡ്. ഒരു കോള് വന്നേ മാഡം, അതാണ്. പറയാട്ടോ ഞാൻ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ അപ്പിയറൻസിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അതിനുശേഷം നമ്മുടെ ഇന്റർവ്യൂ നമ്മൾ അവരെ വിളിച്ചു. നമ്മള് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന മുതലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഡോർ ഓപ്പൺ ചെയ്ത് ചോദിക്കണം, മേ കമ്മിങ് എന്ന് ചോദിക്കണം. മേ കമ്മിങ് ചോദിച്ച കാര്യം മാത്രം ചോദിച്ചതിന് ശേഷം മാത്രമേ നമ്മള് അകത്തേക്ക് പ്രവേശിക്കാവൂ, എൻ്റർ ചെയ്യാവൂ. ഓക്കെ, അപ്പോ അവര് പറയും കമ്മിങ് കേൾക്കുള്ളൂ എന്ന് പറയും. അതിനുശേഷം അവര് പറയും ചിലപ്പോ ഇവിടെ ഇരിക്കാൻ പറയും, ടേക്ക് യുവർ സീറ്റ് എന്ന് പറയാം. സപ്പോസ് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്ന് പറയാം. ഇതെല്ലാം ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പോയിന്റ് വൈസ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഫസ്റ്റ് മേ കമ്മിങ്, then may I sit or may I take the seat. ഞാൻ ഇരുന്നോട്ടെ. ഒരു ചോദ്യമാണ്. അപ്പൊ ഇരിക്കാൻ പറയും, എന്ന് പറയും.
അപ്പൊ അങ്ങനെ നമ്മൾ ഇരുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് റിവിഷ് ചെയ്യണം. ഓക്കെ, രാവിലെ ആണെങ്കിൽ നമുക്ക് ഗുഡ് മോർണിംഗ് പറയാം. സോ ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ് മാം എന്ന് പറയാം. അത് നമ്മുടെ മുന്നിൽ ഒന്നോ അതിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഗുഡ് മോർണിംഗ് സാർ എന്ന് രണ്ട് പാർട്ടികളായിട്ട് പറയേണ്ട ആവശ്യമില്ല. എന്താണ്, കോമൺ ആയിട്ട് ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയാം. പക്ഷെ നമ്മുടെ കണ്ണുകൾ എല്ലാവരെയും ഫോക്കസ് ചെയ്യണം. ഒരാൾ മാത്രം നോക്കിയിട്ട് ഗുഡ് മോർണിംഗ് പറയരുത്. എല്ലാവരും പറഞ്ഞോടെ എന്തോ ഗുഡ് മോർണിംഗ് വരികയാണെന്ന് പറഞ്ഞോടെ. ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്ന് പറയരുത്. ഗുഡ് മോർണിംഗ് സാർ പറയൂ. ഓക്കെ, ഗുഡ് മോർണിംഗ് സാർ പറയും. ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് നമ്മൾ എല്ലാവരെയും നോക്കണമെന്നേ ഉള്ളൂ. എല്ലാവരോടും കൂടിയാണ് ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞത് എന്ന രീതിയിലായിട്ട് നമ്മളോട് പറയുന്നത്. മനസ്സിലായോ? അതവർക്ക് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ ചെയ്യാം. അതിനുശേഷം ഒരു പേര് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പേര് പറയാം. മൈ നെയിം ഈസ് അശ്വതി ഓർ ആം അശ്വതി. മൈ നെയിം ഈസ് ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ആം ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്? ഐ കം ഫ്രം എറണാകുളം, അങ്ങനെ പറയാം. കം ഫ്രം എറണാകുളം. ഓക്കെ, പിന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളോ എന്റെ വീട്ടിൽ ഇവരുണ്ട് അവരുണ്ട് അതുണ്ട് പട്ടിക്കുട്ടി ഉണ്ട് അതൊന്നല്ല അറിയേണ്ടത്. അവർക്ക് നമ്മുടെ കാര്യങ്ങളാണ്, സെൽഫ് ആണ്, ക്വാളിഫിക്കേഷൻ, അച്ചീവ്മെന്റ്സ്, അവര് ജോബുമായിട്ട് റിലേറ്റഡ് ആയ കാര്യങ്ങളാണ് അവർക്ക് അറിയാൻ താല്പര്യം. അല്ലാതെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളല്ല. ഓക്കെ, സോ ഒരിക്കലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ആരും പറയരുത്. പിന്നെന്താ ചെയ്യണ്ടേ? നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയാം. ചോദിച്ചാ പറഞ്ഞ പോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോ പറയണം. ചിലപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോ അശ്വതി എന്ന് പറയാം. അതിനുശേഷം ചിലപ്പോൾ ചോദിക്കും ക്വാളിഫിക്കേഷൻ ചോദിക്കാം. ക്വാളിഫിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ ഐ ഗ്രാജുവേറ്റഡ് ഫ്രം എന്ന് പറഞ്ഞ് നമ്മൾ കാര്യങ്ങൾ പറയാം. അല്ലെങ്കിൽ ഐ കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ ഇൻ എവിടെയാണ്, ഏത് യൂണിവേഴ്സിറ്റി ആണോ അതൊക്കെ പറയും. ഓക്കെ, അതിന് മുൻപ് നമുക്ക് വേണമെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് വേണമെങ്കിൽ കൊടുക്കാം. ഇത് ചോദിക്കുകയാണെങ്കിൽ അതിന് മുൻപ് നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ്, thank you for giving me this opportunity എന്ന് വേണമെങ്കിൽ പറയാം. Thank you for giving me this opportunity. Thank you for letting me attending this interview. I would like to thank you for giving me this opportunity. ഇത് മൂന്നെണ്ണമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. 3 ടൈപ്പാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് വേണമെങ്കിൽ പറയാം. ഗ്രാറ്റിറ്റ്യൂഡ് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ കേട്ടോ. മാം, നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ നമ്മൾ ഏതാ പറയണ്ടേ? 10th അങ്ങനെ ഡിഗ്രി അതൊക്കെ പറയണ്ടേ? കറന്റ്ലി പാസ് ഔട്ട് ആയത് ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി പറയാം. എല്ലാം പറയണ്ട. എന്ത് കഴിഞ്ഞിട്ട് ഡിഗ്രിയിലൊക്കെ വരാം. അപ്പൊ ഡിഗ്രി പറഞ്ഞാലും മതി. പിന്നെ അത് പറയാം കേട്ടോ. ഗ്രാജുവേറ്റ് എഴുതി വെക്കാൻ ഞാൻ പറയാം. ക്വാളിഫിക്കേഷൻ ഞാൻ പറയാം. Thank you for giving me this opportunity. One second.
ടീച്ചർ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടല്ലേ പോയെ? പോയത് 1 സെക്കൻഡ് എന്ന് ടീച്ചർ പറഞ്ഞായിരുന്നു. അതെ 1 സെക്കൻഡ് ആണ്. മതിയല്ലേ, ഞാൻ ഇപ്പൊ വന്നു. ഓക്കെ, ടീച്ചർ സ്ഥലം മാറിയല്ലയോ? സ്ഥലം മാറി, ചൂട് സഹിക്കാൻ വയ്യാൻ സ്ഥലം മാറി. ഓക്കെ, അപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിക്കോളൂ. ടെക്സ്റ്റ് ചെയ്യും. ബാക്കിയെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ? ടെക്സ്റ്റ് ചെയ്തെല്ലാം. ഓപ്പർച്യൂണിറ്റി. Thank you for giving me this opportunity. As the first gratitude ആണ്, first one. Okay. The second one. Thank you for letting me attend this interview. ഇത് മൂന്ന് ഒരുമിച്ച് പറയരുത് കേട്ടോ. Thank you for letting me attend this interview. Okay. Next, thank you for, I would like to thank you for giving me this opportunity. I would like to thank you for giving me this opportunity. Okay, ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ് കേട്ടോ. ഇങ്ങനെ 3 ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് അവിടെ പറയാവുന്നതാണ്. എല്ലാം ഒരുമിച്ച് പറയരുത്, ഒരെണ്ണം നിങ്ങൾക്ക് അവിടെ പറയാം. ഓക്കെ, ക്ലിയർ? ക്ലിയർ അല്ലേ? അപ്പോ അതിനുശേഷമല്ല കേട്ടോ ക്വാളിഫിക്കേഷൻ അവർ ചോദിക്കുന്നതനുസരിച്ച് നിങ്ങൾ മറുപടി പറയണം കേട്ടോ. പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നേ ഉള്ളൂ. എങ്ങനെയൊക്കെയാണ് അവർ ചോദിക്കുക എന്നൊന്നും നമുക്ക് അറിയില്ല. ചിലപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയാം, ചിലപ്പോ പേര് ചോദിക്കാം, അതിന് ചിലപ്പോ അതിന് മുൻപ് ഇപ്പോ ക്വാളിഫിക്കേഷൻ ചോദിക്കാം. എന്താണെങ്കിലും നിങ്ങൾ ആ ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ സെൻസ് യൂസ് ചെയ്തിട്ട് വേണം ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, ഞാൻ പറയുന്ന പോലെ തന്നെ അങ്ങനെ തന്നെ ഇപ്പൊ പറയണമെന്നില്ല. ആ ടൈമിൽ നമുക്ക് തോന്നില്ലേ ഇന്ന കാര്യങ്ങൾ ഇന്നതുപോലെ പറയാം ചെയ്യാം എന്നൊക്കെ തോന്നില്ല, അതുപോലെ തന്നെ ചെയ്യും. ഓക്കെ, പറയേണ്ട കുറച്ച് പോയിന്റ് ആണ് ഞാൻ ഇപ്പോ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നത്. എന്തൊക്കെ എങ്ങനെയൊക്കെ പറയണം എന്ന് മാത്രം. ഓക്കെ, എപ്പോ പറയണം എന്നറിയില്ല. അത് ഇന്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലേ? ക്ലിയർ അല്ലേ? ക്വാളിഫിക്കേഷൻ ഇങ്ങനെ പറയാം നമുക്ക്. ഐ കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ ഇൻ, നിങ്ങളുടെ ഏതാണ് കോളേജ് അവിടെ നിന്ന് പറയാം. അല്ലെങ്കിൽ ഐ എം ഗ്രാജുവേറ്റ് ഫ്രം, ഇങ്ങനെയും പറയാം നമുക്ക്. ഐ എം ഗ്രാജുവേറ്റ് ഫ്രം എന്നും പറയാം. ഐ എം ഗ്രാജുവേറ്റ് ഫ്രം കോളേജിന്റെ നെയിം പറയാം നമുക്ക് അവിടെ. ഓക്കെ, എന്തോ? എക്സ്ക്യൂസ് മീ മാം, ഞാൻ +2 പഠിച്ചതാണ് കൊമേഴ്സ്. പിന്നെ ഇപ്പൊ ചേരുന്നത് ഡിസ്റ്റൻസ് ആയിട്ട് ഇപ്പോ ഡിപ്ലോമ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പോ എങ്ങനെ എന്റെ ക്വാളിഫിക്കേഷൻ ഞാൻ പറയും? അപ്പൊ നമ്മൾ പറയാം ഐ എം കംപ്ലീറ്റഡ് മൈ ഹയർ സെക്കൻഡറി പറയാണെങ്കിൽ +2 പറയാൻ വേണമെങ്കിൽ അത് നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻ ആണ്. +2 വരെ നമ്മുടെ ക്വാളിഫിക്കേഷൻ ആണ്. ഓക്കെ, ബാക്കി നമ്മൾ ചെയ്യുന്ന എല്ലാ കോഴ്സും നമ്മുടെ അച്ചീവ്മെന്റ്സ് ആണ്. മനസ്സിലായോ? എക്സ്ട്രാ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കോഴ്സ് എല്ലാം. നമ്മളൊരു ജോബ് ഓറിയന്റഡ് വേണ്ടി പഠിക്കുന്നതല്ലേ? അതെ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ അച്ചീവ്മെന്റ്സ് ആണ്. അപ്പൊ അടുത്തത് ക്വാളിഫിക്കേഷൻ പറഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ അച്ചീവ്മെന്റ്സ് അവിടെ പറയാവുന്നതാണ്. അത് നമുക്ക് ഇങ്ങനെ തന്നെ പറയാം. കംപ്ലീറ്റഡുമായി എന്താ നമ്മൾ ചെയ്യുക, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന എവിടെ നിന്നാണോ അവിടെ നിന്ന് പറയാം. അതും ഇതിന് ശേഷം ഈ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്കത് പറയാവുന്നതാണ്. ഡിഗ്രി വരെ അല്ലേ നമ്മുടെ ക്വാളിഫിക്കേഷൻ വരുന്നത്? എന്തോ? ഡിഗ്രി വരെ അല്ലേ നമ്മുടെ ക്വാളിഫിക്കേഷൻ? അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി അച്ചീവ്മെന്റ്സ് വരുന്നത്? അല്ലട്ടോ, ഇപ്പൊ ഡിഗ്രി ആണ്. ഡിഗ്രി വരെയും പഠിക്കാത്തവരുണ്ടാവുമല്ലോ. അപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രി വരെ പറഞ്ഞു കഴിഞ്ഞിട്ടല്ലയോ പിന്നെ നമ്മുടെ അച്ചീവ്മെന്റ്സ് പറയും? നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണോ?
ഇപ്പൊ എനിക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ഞാൻ ഡിഗ്രി പറയണം. അപ്പം നേരത്തെ അതെ, ഇപ്പോ നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണെങ്കിൽ ഇപ്പൊ 10th ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടാകാം, +2 ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടാകാം, ഡിഗ്രി ഉള്ളവരുണ്ടാകാം, ഇപ്പോ PG എടുത്തവരുണ്ടാകാം, അല്ലെ? അപ്പൊ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണോ അത് നമ്മൾ പറയാം. ഐ കംപ്ലീറ്റഡ് മൈ ഡിഗ്രി ഓർ ഐ കംപ്ലീറ്റഡ് മൈ +2 എവിടെയാണോ അത് പറയാം. അല്ലെങ്കിൽ കംപ്ലീറ്റഡ് മൈ ഹയർ സെക്കൻഡറി വേണ്ട, അങ്ങനെ എവിടെ നിന്നാണ് ഏത് സ്കൂളാണെന്ന് വെച്ചാൽ അത് മെൻഷൻ ചെയ്യാം. അതിനുശേഷമാണ് നമ്മൾ അച്ചീവ്മെന്റ്സ് പറയേണ്ടത്. അച്ചീവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്ട്രാ പഠിക്കുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചിട്ടുണ്ടാകാം. ഇപ്പൊ നമ്മൾ പറയുന്നത് പോയി ചെയ്യുന്ന ഡിപ്ലോമ കോഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതൊരു അച്ചീവ്മെന്റ് ആണ്. അതിനുശേഷം അച്ചീവ്മെന്റ്സ് എല്ലാം പറയാവുന്നതാണ്. അത് എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ ആണ്, അല്ലെ? ഒരു സ്കിൽസ് ആണ് അതെല്ലാം. പറയോ? അതായത് ഐ കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ, അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ കോഴ്സ്, അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അതൊരു എന്താണ്, എന്ത് കമ്പ്യൂട്ടർ കോഴ്സ് ആണ് പഠിച്ച ആ കോഴ്സിന്റെ പേര് പറയും. ഡിപ്ലോമ ഫിനാൻഷ്യൽ ആൻഡ് ഫോറിൻ അക്കൗണ്ടിങ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരുണ്ടാവുമല്ലോ നിങ്ങൾ പഠിച്ച കമ്പ്യൂട്ടർ കോഴ്സിന് ഏതാണെന്ന് വെച്ചാൽ അതിന്റെ പേര് പറയാം. അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ പറയാം, ഇത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കാര്യം മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതെല്ലാം നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് ആണ്. ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ ഓൾസോ കംപ്ലീറ്റഡ് സം കമ്പ്യൂട്ടർ കോഴ്സസ്, അങ്ങനെ പറഞ്ഞാൽ മതിയോ? അങ്ങനെ പറയണ്ട, തെറ്റാണല്ലോ. ഞാനിത് പറഞ്ഞ ഇപ്പോ നിങ്ങള് ഒരു ഫോർമാറ്റ് എഴുതി വെച്ചു. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ആദ്യം നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്തു, അതിനുശേഷം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു, അതിനുശേഷം ക്വാളിഫിക്കേഷൻ പറഞ്ഞു, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അച്ചീവ്മെന്റ് ചെയ്തു, അച്ചീവ്മെന്റ്സ്, അങ്ങനെ പോയിന്റ് വൈസ് ആയിട്ട് എഴുതും. നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അടുത്ത പോയിന്റ് എഴുതാം. Tell me about your achievements. Okay. നമ്മൾ ഏത് ജോലിക്കാണോ പോകുന്നത്, നിങ്ങളിപ്പോ പോകുന്ന ഹോസ്പിറ്റൽ ഫീൽഡ് ആണ്, അല്ലെ? ഹോസ്പിറ്റൽ ഫീൽഡിൽ വേണ്ട എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ആണ് വേണ്ടത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഇപ്പൊ ഈ കോഴ്സ് ചെയ്തത് കുറച്ചുകൂടെ അത് ഇമ്പോർട്ടന്റ് ആണ് പറയാൻ നമുക്ക്. കാരണം ജോലി കിട്ടാൻ ചാൻസ് കൂടുതലാണല്ലോ നമ്മൾ ഈ കോഴ്സ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ. അപ്പൊ അത് പറയാം. പിന്നെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടെങ്കിൽ അതും പറയാം. അതും നമുക്ക് ജോലി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ 2 അച്ചീവ്മെന്റ്സും പറയുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഓക്കെ, പിന്നെ ജോബ് ബേസ്ഡ് അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ നമുക്ക് പറയേണ്ട അവിടെ ആവശ്യമില്ല. കാരണം ആ ജോബിന് ആവശ്യമില്ലാത്ത ഞാൻ ബി എഡ് ചെയ്തിട്ടുണ്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞ കാര്യമുണ്ടോ? അല്ലെ? ജോബ് ബേസ്ഡ് അച്ചീവ്മെന്റ്സ് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്റേൺഷിപ്പിന്റെ എക്സ്പീരിയൻസ് അവിടെ പറയും. ഈ അച്ചീവ്മെന്റ്സ് പറഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ എക്സ്പീരിയൻസ് പറയാവുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എക്സ്പീരിയൻസ്, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം. ഐ കംപ്ലീറ്റഡ് മൈ ഇന്റേൺഷിപ്പ് അറ്റ് എവിടെയാണോ അവിടെ പറയും. നമ്മൾ ഓരോന്നും പറയുമ്പോ ഐ കംപ്ലീറ്റഡ് അത് റിപ്പീറ്റ് ആയി വരില്ലേ? അങ്ങനെ പറയേണ്ടത് ശരിയാണ്, അങ്ങനെ പറയേണ്ടത്. ഞാൻ ജസ്റ്റ് നമുക്ക് പോയിന്റ് വൈസ് ആയിട്ട് പറഞ്ഞു തരുന്നതാണേ. ബാക്കി ഞാൻ പറയാം. ഓക്കെ, ആൾസോ എന്ന് പറഞ്ഞിട്ട് ചേർത്ത് പറഞ്ഞാൽ പോലെ. ഓക്കെ, അപ്പോ നമ്മൾ എക്സ്പീരിയൻസ് പറഞ്ഞു, ഫസ്റ്റ് നമ്മൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞു, അച്ചീവ്മെന്റ്സ് പറഞ്ഞു, എക്സ്പീരിയൻസ് പറഞ്ഞു. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൽസ് ഉണ്ടെങ്കിൽ, ജോബ് ബേസ്ഡ് എന്തെങ്കിലും സ്കിൽസ് ഉണ്ടെങ്കിൽ ആ സ്കില്ല് പറയും. ഓക്കെ, സ്കിൽസ് എന്ന് പറയാറോ ലാംഗ്വേജ് സ്കിൽ ആകാം, അങ്ങനെ ഒരുപാട് സ്കിൽസ് ഉണ്ടല്ലോ. ആ സ്കിൽ ഉണ്ടെങ്കിൽ അത് പറയും. ഒരിക്കലും ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ല് ഉണ്ടെന്ന് പോയി പറയരുത് കേട്ടോ. നമുക്ക് ആ ലാംഗ്വേജ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും ലാംഗ്വേജ് സ്കിൽ ഉണ്ടെന്ന് പറയാൻ പാടില്ല. കാരണം നമ്മൾ അവര് എന്തെങ്കിലും നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, ഇംഗ്ലീഷ് അറിയില്ല പക്ഷെ നിങ്ങൾ ലാംഗ്വേജ് സ്കിൽ ഉണ്ടെന്ന് പറയുകയും ചെയ്തു. അപ്പൊ അവരെ നിന്ന് ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയില്ലെങ്കിൽ അതൊരു ബാഡ് പോയിന്റ് ആയിട്ട് വരും, അല്ലെ? സോ ഒരിക്കലും ലാംഗ്വേജ് സ്കില്ല് അറിയില്ലെങ്കിൽ പോലും പറയരുത്. നോണയാണെങ്കിൽ പോലും പറയരുത്. ഓക്കെ,
നിങ്ങളൊരു കാര്യം ചെയ്യാം, അതിന്റെ സ്കില്ല് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കാം. ജോബ് ബേസ് നിങ്ങൾ ഏത് ജോലിക്കാണോ പോകുന്നത് ആ ബേസിലുള്ള ഏതെങ്കിലും സ്കിൽസ്, എന്തൊക്കെയാ സ്കിൽസ് ആണോ ഉള്ളതെന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൽ ഏതെങ്കിലും സ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. അതിപ്പോ CV-യിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഓൾറെഡി നിങ്ങൾക്ക് ആ സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇല്ലാത്ത സ്കില്ല് പറയുമ്പോഴാണ് അവർ ചോദിക്കുമ്പോൾ നമ്മൾ പറയും. ഓക്കെ, അപ്പൊ അത്രയും നേരം നമുക്ക് അത്രയും നല്ലോണം ഇംപ്രസ് ചെയ്ത് വന്നിട്ട് ആ ടൈമിൽ വെച്ചിട്ട് കവച്ച പോലെ ആകും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്റർവ്യൂവിൽ പറയേണ്ടത്. ഒരിക്കലും പേഴ്സണൽ കാര്യങ്ങൾ പറയണ്ട, ഫാമിലി മാറ്റേഴ്സ് ഒന്നും നമ്മൾ ആവശ്യമില്ല. ചോദിച്ചാൽ മാത്രം പറഞ്ഞാൽ മതി, ചോദിച്ചാൽ മാത്രം, അല്ലാതെ നമ്മൾ വേറെ കയറി പറയേണ്ട ആവശ്യമുണ്ട്. ഹലോ മാം. ഹലോ മാം, അതിപ്പോ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങാനും കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? അതിനെ കുറിച്ച് നമുക്ക് കിട്ടിയില്ലെങ്കിലോ? നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോഴേ കിട്ടാതിരിക്കുള്ളൂ, മലയാളത്തിൽ പറയുമ്പോൾ കുഴപ്പമുണ്ടാവില്ലല്ലോ. നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ പറയണമെന്നില്ലല്ലോ മാഡം, നമ്മൾ മലയാളത്തിൽ പറഞ്ഞാലും മതിയല്ലോ. മതി ഇംഗ്ലീഷ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോയി, അപ്പൊ ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ എടുക്കാന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, നിങ്ങൾ കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് പറയുമ്പോൾ ഞാൻ നിങ്ങളെ ജോലിക്ക് എടുക്കോ? നിങ്ങൾ തന്നെ പറയും ഇല്ല. അവർക്ക് വേണ്ടത് എന്താണ്? ലാംഗ്വേജ് സ്കില്ലാണ് അവർക്ക് വേണ്ടത്. അങ്ങനെ സ്കില്ലുള്ള ജോബ്സ് ഉണ്ട്, പക്ഷെ ആ ജോബിൽ പോവാതിരിക്കുക, ആ സ്കില്ലില്ലെങ്കിൽ പോവാതിരിക്കുക. നമുക്ക് കിട്ടില്ല, നമുക്ക് തന്നെ ഉറപ്പാണല്ലോ, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ ലാംഗ്വേജ് ഏതാണോ അത് പറയാം, അതിലൂടെ മാത്രം പറയാം. ഇപ്പൊ സെൽഫ് ഇൻട്രോസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടേക്ക് നമ്മൾ പോവുക. എന്തായാലും പഠിക്കും നമ്മൾ. സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്തായാലും നമ്മൾ പഠിക്കണം ഇംഗ്ലീഷിൽ. അത് പഠിച്ചിട്ടേ നമ്മൾ പോകുള്ളൂ. അപ്പൊ അത് അവിടെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ പറയാം. ബാക്കി നമുക്ക് ഇംഗ്ലീഷിൽ പറയാം, അറിയില്ലെങ്കിൽ നമുക്ക് പറയാം, അവരുടെ കാര്യം പറയാം. ഓക്കെ, കാര്യം പറഞ്ഞിട്ട് നമുക്ക് മലയാളത്തിൽ സംസാരിക്കാവുന്നതാണ്. ഹലോ മാം, ഞാൻ ചോദിക്കട്ടെ, അവര് ഇപ്പൊ അതിനെ കുറിച്ചൊരു ടോപ്പിക്കിനെ കുറിച്ച് അവര് ചോദിച്ചു, അപ്പൊ നമുക്കത് ചിലപ്പോ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? അറിയില്ല എന്നാണ് പറയുന്നത്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറയാം. ടോപ്പിക് മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? ഇംഗ്ലീഷ് സംസാരിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അതല്ല, അപ്പൊ അവര് ഹോസ്പിറ്റലിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്കത് കിട്ടിയില്ലെങ്കിൽ നമ്മളിങ്ങനെ കിട്ടാണ്ടിരിക്കുമ്പോ അവർക്ക് എന്തെങ്കിലും തോന്നും. ഇതിനെക്കുറിച്ച് ചോദിച്ചാല് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട്. സോറി എന്ന് പറയാം. സോറി എന്ന് പറയാം. അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് അറിയാത്ത കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സ്ട്രെയിറ്റ് ആയിട്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. അതിനുശേഷം നമുക്ക് അത് അവസാനിപ്പിക്കണ്ടേ? എന്തായാലും നമുക്ക് എന്താ ഒരു താങ്ക്സ് പറയണം. അപ്പോ അത് അവസാനിപ്പിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോ എന്താണ്, നമ്മൾ ആ കമ്പനിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അപ്പോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഇവിടെ അപ്ലൈ ചെയ്യാൻ ഞാൻ എക്സൈറ്റഡ് ആണ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു അഡ്വർടൈസ്മെന്റ്, ഒരു ആഡ് കണ്ടിട്ടാണ് നമ്മൾ ഈ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങളില്ല, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഈ ജോലിക്ക് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്ന് പറഞ്ഞ ആ കമ്പനിയെ കുറിച്ച് നമ്മൾ കുറച്ച് നോക്കി പറയാം, ചെറുതായിട്ട്. ഒരുപാടല്ലേ, കുറച്ച് ചെറുതായിട്ട്. അത് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ പറയാം നമുക്ക്. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം, എഴുതിരിക്കും. കാരണം നിങ്ങൾ എത്രത്തോളം ആ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ അതല്ല, ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്, അല്ലെ? ഭയങ്കര ആഗ്രഹമാണെന്ന് വിചാരിക്കൂ. ഇന്നൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ പെട്ടെന്ന് അവിടെ ഒരു വേക്കൻസി വന്നെന്നുള്ളത് നിങ്ങൾ ഒരു ആഡ് കണ്ടു. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ് എന്താണ്? ഞാൻ അത്രയും ആഗ്രഹിച്ച്, ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ആ ജോലിക്ക് അപ്ലൈ ചെയ്തത്. അങ്ങനെ നിങ്ങൾ എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചു, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്നൊക്കെ നമ്മൾ അവരോട് പറയില്ലേ? നമുക്ക് തോന്നിയ കാര്യമാണ്, അത് അവിടെ പറഞ്ഞിട്ട് അവസാനിപ്പിച്ച് ഇങ്ങോട്ട് പോരാ, അത്രയേ ഉള്ളൂ. അപ്പൊ കേൾക്കുന്നവർക്ക് ഒരു ആശ്വാസം ഉണ്ടാവും, പറഞ്ഞ് നമ്മൾക്കും ഒരു സുഖം ഉണ്ടാവും. ഓക്കെ, മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഓക്കെ, അപ്പൊ എഴുതിയെടുക്കൂ. I was very excited when I found the advertisement
I was very excited when I found the advertisement of this job vacancy. I would like to join this company. നേരത്തെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയാ പറയാ? I had been attended നേരത്തെ അല്ലേ? ഹാർഡ് അപ്പൊ ഹാർഡ് വരും. I had been attended for a job in this hospital. ഇന്റർവ്യൂ എന്നല്ലേ? I had been അല്ലേ? ഹാർഡല്ലേ വരുന്നത്? Okay. അടുത്തൊന്ന് പറയാം, അടുത്തൊന്ന് എഴുതിക്കോളെ. I will be happy if I had. ടീച്ചറെ, നമ്മൾ നേരത്തെ ഒരു ഇത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അങ്ങനെ പറയുന്നേ. ഞാൻ പറയാട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓക്കെ ഓക്കെ. I would be happy if I had the opportunity to join this company. ഈ കമ്പനിയിൽ എനിക്ക് ചേർന്ന അവസരം ലഭിച്ചാൽ ഞാൻ സന്തോഷവാനാകും എന്നൊരു മീനിങ്ങിലാണ്. ഇങ്ങനെയും പറഞ്ഞ് നമുക്ക് ആ ഇന്റർവ്യൂ ഒരു ഇത് സെക്ഷൻ നമുക്ക് വേണമെങ്കിൽ അവസാനിപ്പിക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ? ക്ലിയർ അല്ലേ? സോ ഇതാണ് ഏകദേശം ഒരു ഫോർമാറ്റ്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയും. ഇപ്പൊ ടോം പറഞ്ഞ പോലെ ഇതിനു മുൻപ് ഞാൻ എന്താണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇതിന് മുമ്പ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഹോസ്പിറ്റലിൽ. ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനു മുൻപ് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാനിപ്പോ ഒരു ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യാൻ പോവാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിന് പോവാണെങ്കിൽ, അല്ലെങ്കിൽ ജോലിക്ക് പോവാണെങ്കിൽ, ഞാൻ നേരത്തെ ഈ ഹോസ്പിറ്റലിൽ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇപ്പോ ഞാൻ പറയുന്നത് ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ഇതിനകത്ത് ഇതിപ്പോ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ
സെൽഫ് ഇൻട്രോ ചെയ്യുന്ന കാര്യങ്ങളാണ്. പേര് തുടങ്ങി ക്വാളിഫിക്കേഷൻ, അച്ചീവ്മെന്റ്സ്, എക്സ്പീരിയൻസ്, ഇതെല്ലാം നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ദെൻ ഇന്റർവ്യൂ കഴിഞ്ഞവരെല്ലാം ചോദ്യം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പറയേണ്ടത്. ലാസ്റ്റ് പറഞ്ഞത് ഐ വുഡ് ബി ഹാപ്പി ഇത് പറയേണ്ടത് ഇന്റർവ്യൂ കഴിഞ്ഞ് നിങ്ങൾക്ക് തോന്നൂലേ കഴിഞ്ഞു എന്ന് തോന്നി കഴിയുമ്പോൾ പറയേണ്ട കാര്യമാണ്. അതിനിടയിൽ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇംഗ്ലീഷിൽ പറയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, മലയാളത്തിൽ തന്നെ പറയാം. കാരണം അതിന് ബേസ് ചെയ്ത് അവർ റിപ്ലൈ എന്തെങ്കിലും ചോദിച്ചാൽ ഇങ്ങോട്ട് ചോദിച്ചാൽ പിന്നെ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല ഇംഗ്ലീഷിൽ. മനസ്സിലായോ? കാരണം നിങ്ങൾ ഇംഗ്ലീഷിൽ കേൾക്കുമ്പോൾ തന്നെ ടെൻഷൻ അടിച്ചു പോകുന്നവരാണ് അല്ലെ. ഇനിയിപ്പോ അവര് അറിയാവുന്ന ചോദ്യമാണെങ്കിൽ പോലും അത് ഇംഗ്ലീഷ് ചോദിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചു മറുപടി പറയാൻ പറ്റുമോ? ആലോചിച്ച് നോക്കിയേ, പറ്റുമോ? കുറച്ചൊക്കെ ടോമിയോ പറ്റും, ബാക്കി എല്ലാവർക്കും എങ്ങനെയാ? പറ്റോ? ഞാൻ പറ്റൂന്നില്ല, കുറച്ചൊക്കെ ഏറെക്കുറെ ഏറെക്കുറെ. പക്ഷെ തപ്പിത്തടഞ്ഞ് പറയാതിരിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. വെറുതെ അടിക്കാതിരുന്നാ പോരെ, അറിയാമെങ്കിൽ അങ്ങ് പറയാം അല്ലേ. അതെ, നമ്മളത്രയും ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മളത്രയും കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രമേ അവിടെ പോയി പറയാൻ പാടുള്ളൂ. ഇപ്പോൾ തന്നെ ഞാൻ ഇൻട്രോ പറഞ്ഞത് നിങ്ങളോട് പഠിച്ചത് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം മാത്രമാണ് നിങ്ങൾ അവിടെ പോയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ എന്ന് ഞാൻ പറയുന്നത്. കാരണം തെറ്റിപ്പോകരുത്. ഫസ്റ്റ് ഇംപ്രഷൻ ആണ്, അത് ബെസ്റ്റ് ആക്കണം. ഓക്കെ, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാറില്ലേ, അങ്ങനെ ആയിരിക്കണം. ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ അറിയാത്ത പോലെ ഇരിക്കുക, ഏറ്റവും നല്ലത് അങ്ങനെയാണ്. വെറുതെ എന്തിനാണ്? ശരിയല്ലേ ഞാൻ പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്. അറിയാത്ത ലാംഗ്വേജ് നമ്മളവിടെ കിടന്ന് പറയണമെന്നുണ്ടോ? ഇപ്പൊ ഞാൻ ഇതിക്ക് മുന്നേ അവിടെ ഇന്റർവ്യൂവിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാണ് പിന്നെ റിപ്ലൈ വരും. എന്നാണ്, എപ്പോഴാണ്, എവിടെയാണ് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ അത് പിന്നെ ഇംഗ്ലീഷ് തന്നെ പറയേണ്ടി വരും. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് പറയില്ല, അത് മലയാളത്തിൽ തന്നെ പറയുള്ളൂ. ശരിയാണോ? അപ്പോ ഈ പറഞ്ഞ കാര്യവും നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ പറഞ്ഞാൽ പോരെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങള്. ആലോചിക്കും. ഇങ്ങനെ ചിന്തിക്കണം കേട്ടോ. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാല് നമ്മള് അവിടെ പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്നതല്ല, അവര് നിങ്ങളോട് തിരിച്ച് ചോദിക്കും ഇങ്ങോട്ട്. അപ്പൊ അതിനും കൂടെ നമ്മൾ റിപ്ലൈ ചെയ്യേണ്ട ബാധ്യസ്ഥ ആണ്. നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ റിപ്ലൈ ചെയ്യേണ്ടി വരും. സാൾട്ട് മാംഗോ ട്രീ എന്ന് പറഞ്ഞ സിനിമ കണ്ടാ മതി മാഡം, അതിനകത്ത് ഇതൊക്കെ പറയുന്നുണ്ട്. ഏതാണ്? സാൾട്ട് മാംഗോ ട്രീ. അതെ, സാൾട്ട് മാംഗോ ട്രീ സീരീസിൽ അല്ലേ, അതിനകത്ത് പറയുന്നുണ്ടല്ലോ മനോജ് കെ ജയൻ. നമ്മള് നമ്മുടെ ലാംഗ്വേജ് മാത്രം പറയാ, നമുക്ക് കംഫർട്ടബിൾ മലയാളം അല്ലേ. ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ അത് നമുക്ക് കംഫർട്ട്, നമ്മൾ ഓക്കെ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, ഇംഗ്ലീഷിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. എനിക്ക് ഞാൻ ഓക്കെ പറയാൻ റെഡിയാണ്. ബാക്കി ഒന്നും എനിക്ക് ഉറപ്പില്ല നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമെന്ന് നമുക്ക് എന്താ ഉറപ്പില്ല. പിന്നെ എന്തിനാണ് അതിനിടയിൽ ഇംഗ്ലീഷ് കേൾക്കുന്നത്? കോൺഫിഡന്റ് ആയിട്ട് മലയാളത്തിൽ പറഞ്ഞാൽ മാത്രം മതിയല്ലോ, ധാരാളമാണ്. കോൺഫിഡൻസ് ആയി നമ്മൾ എപ്പോഴും കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. അത് ഏത് ലാംഗ്വേജ് പറയുമ്പോഴാണ് നമ്മൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക? മലയാളം അല്ലേ. അപ്പൊ ആ ലാംഗ്വേജ് നിങ്ങൾ സംസാരിക്കുക, കോൺഫിഡന്റ് ആയിട്ട് അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കണ്ണിൽ നോക്കി സംസാരിക്കുക. ഓക്കെ, എന്ത് ചോദിച്ചാലും ആരാണ് ചോദിക്കുന്നത് അവരെ കണ്ണിൽ നോക്കി ആയിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. ഓക്കെ ആണോ? ഞാനിപ്പോ പറഞ്ഞത് ബേസിക് ആണ്, ബേസിക് ആയ കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ മതി നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. നമ്മുടെ പേര്, നമ്മുടെ പ്രധാന വരുന്നത്, നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, നമ്മുടെ അച്ചീവ്മെന്റ്സ് എന്താണ്, നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ മതി. ബാക്കി എല്ലാം അതിനിടയിൽ സംഭവിക്കുന്നതാണ്. അത് അവർ ചോദിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാം. ഓക്കെ, പിന്നീട് എക്സ്ട്രാ എല്ലാം അവർ ചോദിക്കും. അതിനനുസരിച്ച് നമുക്ക് മലയാളത്തിൽ അവരുടെ മുഖത്ത് നോക്കി നമുക്ക് മറുപടി പറയാം. ഓക്കെ, അതിനുശേഷം ലാസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ നമുക്ക് നമ്മുടെ ആ പറഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഒരു എൻഡിങ് പറഞ്ഞില്ല, ആ എൻഡിങ്ങിൽ നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. അത് ഇംഗ്ലീഷ് പറയും. ഓക്കെ, അവിടെ വെച്ച് അവസാനിപ്പിച്ച് ഓക്കെ താങ്ക് യു അവിടെ പോവാം. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ബേസിക് ആയ ഒരു കാര്യം കേട്ടോ. ഓക്കെ അല്ലേ? കോൺഫിഡന്റ് ആയിട്ട് പോവാ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം. നമ്മൾ വേറെ ഇരിക്കുന്ന ഡ്രസ്സിലാണെങ്കിൽ പോലും എല്ലാം കൊണ്ടും നമ്മൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കണം. മേക്കപ്പ്, എന്തെങ്കിലും മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിലും അതിൽ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കണം, ആകണം. അപ്പൊ അതിന് വേണ്ടി ആ രീതിയിൽ മേടിക്കണം നമ്മൾ പോവാൻ. നമ്മൾ കംഫർട്ടബിൾ ഇല്ലാത്ത ഒരു ഡ്രസ്സ് ഇട്ട് നമ്മൾ പോകരുത്. ഓക്കെ, മനസ്സിലായോ? എങ്ങനെ നോക്കിയാലും നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കണം, അത് അവർക്ക് ഫീൽ ചെയ്യണം. ഓക്കെ, നമ്മൾ കോൺഫിഡന്റ് ആണ് എന്നുള്ളത് അവർക്കും ഫീൽ ചെയ്യണം.
ആ രീതിയിൽ വേണം നമ്മൾ പോകുന്നത്. പിന്നെ കിട്ടോ കിട്ടായകയോ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എങ്ങനെയാണോ ആ രീതിയിൽ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുക. ഓക്കെ, ബാക്കി പിന്നത്തെ കാര്യമാണ്. ചിലപ്പോൾ കിട്ടാതിരിക്കാം, അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുക. എല്ലാം ഫസ്റ്റ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ നമ്മൾ സെലക്ടഡ് ആവണമെന്നില്ല. ഓക്കെ, സോ അതിന്റെ വഴിക്ക് വിട്ടേക്കും. നമ്മൾ പെർഫോം ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് വൃത്തിക്ക് നീറ്റായിട്ട് പെർഫോം ചെയ്യുക, പ്രസന്റ് ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ? എനിക്ക് ഒരു ഡൗട്ട്. നമ്മളെ ഇപ്പൊ റിസപ്ഷൻ, നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു റിസപ്ഷൻ തൊട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് ചെയ്യുക അങ്ങനെയൊക്കെ പോകുമ്പോഴാണോ നമുക്ക് ഈ ഡോക്ടേഴ്സിന്റെ എന്താ പറയാ ടോക്കൺ എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് തന്നെയാണോ അവര് തന്നെയല്ലേ നമുക്ക് എക്സ്പീരിയൻസ് അവിടെ തന്നെയല്ലേ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? അങ്ങനല്ലല്ലോ. നമുക്ക് എന്താണ് തരുന്നതെന്ന് നമുക്ക് അവിടുത്തെ HR ആണ് നമ്മൾക്ക് തീരുമാനിക്കുന്നത്, അല്ലേ മാഡം? ഞാൻ ഇന്റേൺഷിപ്പിന് ചെന്നപ്പോഴങ്ങനെ ആയിരുന്നു. നമ്മളെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ച് അങ്ങനെ ആയിരുന്നു എനിക്ക് ഇന്റേൺഷിപ്പ് തന്നപ്പോ. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും നമ്മളെ ഇപ്പോ ഓരോ ടൈം വെച്ചിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും നമുക്ക് വർക്ക് ചെയ്യാൻ ചാൻസ് തരുമോ? അത് എനിക്ക് അങ്ങനെ തന്നായിരുന്നു. പിന്നെ നമ്മളിപ്പം ഗുഡ് ആണെങ്കിൽ ചിലപ്പം 3 month ഒക്കെ കഴിയുമ്പോൾ ചിലപ്പം നമുക്ക് അവിടെ കിട്ടിയേക്കാം. ഞാൻ 1 മാസമേ പോയല്ലായിരുന്നു. മിനിമം 6 month തരുമോ ഇന്റേൺഷിപ്പ്? എന്തോ 6 month ഇന്റേൺഷിപ്പ് തരുമോ? അത് പോയത് ഇതാ ഹോസ്പിറ്റൽ അനുസരിച്ചാ. എനിക്ക് പൈസ ഒന്നും അങ്ങോട്ട് കൊടുക്കണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എത്ര മാസം വേണമെങ്കിലും നിൽക്കായിരുന്നു. ഞാൻ 1 മാസം കഴിഞ്ഞപ്പോ ഞാൻ ഇറങ്ങി. മതി വിശേഷങ്ങൾ. ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. എന്നാ ലാസ്റ്റ് ക്ലാസ് അല്ലേ, കഴിഞ്ഞു. എന്താ എന്തെങ്കിലും പറയാനുണ്ട് നിങ്ങൾക്ക്? ടീച്ചർ പോയോ? ഞാൻ പറയണോ? ഞാൻ എന്താ പറയാ, നല്ലൊരു ബാച്ച് ആയിരുന്നു. എന്താണ് കുറച്ച് നാളിലുണ്ടായുള്ളൂ ഞാൻ. പിന്നെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പിന്നെ അധികം പേരൊന്നും ഇല്ല, കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടെ അറ്റാച്ച്ഡ് ആയിരുന്നു, എല്ലാവരായിട്ടും അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, അപ്പൊ നന്നായിട്ടൊക്കെ പഠിക്കാം. പറയോ അമ്പിളി ഞാൻ ഓർത്ത് വെക്കും കേട്ടോ, മറക്കില്ല. അമ്പിളി, ടോം, അങ്ങനെ കുറച്ച് പേരുണ്ട്. ചിലപ്പോ ക്യാമറ ഓൺ നിങ്ങൾ കണ്ടതുകൊണ്ടായിരിക്കാം. സൂസൻ എനിക്ക് ഓർമ്മയുണ്ട്, അമ്പിളി അറിയാം, ടോമിനെ അറിയാം, പിന്നെ താഹിരനെ അറിയാം. എന്നറിയാ ടീച്ചറെ? ഷാജിറ പേരറിയാം, ആളെ ഓർമ്മയില്ല. എന്നെ അറിയില്ല ടീച്ചറെ. എന്തോ എന്നെ അറിയുവോ? രശ്മി പേരറിയാം, പക്ഷെ ആളെ അറിയില്ല. എന്നെ കണ്ടിട്ടുണ്ടോ മാം? പേരറിയാം. എന്നെ കണ്ടിട്ടില്ലയോ? ടോമിനെ ഞാൻ എല്ലാ ദിവസം കാണുന്നുണ്ട്. ടോമ ഇവിടുത്തെ ടീച്ചേഴ്സ് പോലും ടോമിനെ ഓർക്കുന്നുണ്ട്. ഓക്കെ, അതൊന്നും പേടിക്കണ്ട. എങ്ങനെയുണ്ട് കാണാൻ? ഞങ്ങളുടെ ബാച്ചിൽ മാത്രമേ ഉള്ളൂ പിള്ളേർ കുറവ്. എന്തോ ഞങ്ങളുടെ ബാച്ചിൽ മാത്രമേ ഉള്ളൂ പിള്ളേർ കുറവ് 9th. 9th മാത്രം. ബാക്കി എല്ലാ ബാച്ചിലും ഇഷ്ടംപോലെ പിള്ളേര് കയറുമായിരുന്നോ? ഇംഗ്ലീഷ് ഒരു മിക്ക ബാച്ചിലും ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാവാറുണ്ട്. കുറവായിരിക്കും, ഒറ്റ ക്ലാസ്സിനെ അപേക്ഷിച്ച് കുറവാണ്. പ്രഭിതിനെ എനിക്ക് അറിയാം, പേരറിയാട്ടോ, പക്ഷെ കണ്ടിട്ടില്ല. അതാ കറക്റ്റാണ്. ടീച്ചർ എന്താണ് ഈ പറയുന്നത്? ആടാ സ്ലാങ് അല്ലേ? എന്തോ ആ സ്ലാങ്ങിലാണ് ടീച്ചർ സംസാരിക്കണത്. മനസ്സിലായില്ലേ പ്രഭിതയുടെ സ്ലാങ് അതാണ്. ആണോ? ടീച്ചർ ശ്രദ്ധിച്ചാ മതി. ഇതേ വടക്കോട്ടുള്ള ആൾക്കാരാണേ, എറണാകുളമാണ്. അപ്പൊ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന കൊട്ടാരം. അതെ, എറണാകുളമാണ്, അപ്പൊ സ്ലാങ് ഉണ്ടാവാം. നമ്മൾ അങ്ങനെ അല്ലേ മിസ്സേ? പിന്നെ നമ്മൾ അങ്ങനെയാണ്. ഞാൻ പക്ഷെ സെന്റർ ആണ് കേട്ടോ, കൊടുങ്ങല്ലൂരും എറണാകുളം ഒരുമിതിരിയാണ്. ആണോ? ചെയ്യാൻ പറ്റാറില്ല. ഓക്കെ അനു, എനിക്ക് കുറച്ച് പേരൊക്കെ പേര് ഓർമ്മയുണ്ട് കേട്ടോ. ക്യാമറ ടീച്ചറെ ആ ക്യാമറ ഒന്ന് പ്രഭിതയ്ക്ക് ഓൺ ആക്കി കൊടുത്തായിരുന്നു. ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ക്യാമറ
ഓക്കെ വീഡിയോ ഓക്കെ അവളാണ് കേട്ടോ. യാ പ്രഭിത ഓക്കെ. ഇപ്പൊ കണ്ടു എല്ലാവരും ക്യാമറ ഓൺ ചെയ്യും. വന്നാലോ നമുക്കൊന്ന് നേരിട്ട് മീറ്റ് ചെയ്യാം, എന്നിട്ട് അവസാനിപ്പിക്കാം. ബൈ ബൈ പറയാം എല്ലാവരോടും. ആരും ഓണാക്കിയില്ല, ഞാൻ മാത്രം തന്നെ ഓണാക്കി വെച്ചേക്കുന്നുണ്ട. ഓണാക്കൂട്ടോ. യാ ഷാജിറ ഓർമ്മ കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്, ഓർമ്മയുണ്ട്, എനിക്കറിയാം. ഓക്കെ അപ്പൊ ഓർമ്മ വന്നു. ഓർമ്മ വന്നു, ഇപ്പൊ ഓർമ്മ വന്നു. ഓക്കെ ടോമിന് എനിക്കറിയില്ല, സോറി. ഓക്കെ അമ്പിളി പറയൂ. അമ്പിളി ചേച്ചി ഓണാക്കിയില്ല കണ്ടോ. ഓക്കെ അമ്പിളി, എല്ലാവർക്കും എന്നെ കാണാം, എനിക്കാണ് ആരെയും കാണാതെ. അപ്പോ ലാസ്റ്റ് ക്ലാസ് ആണ്. അൺമ്യൂട്ട് ചെയ്യൂ അമ്പിളി. പറവൂര മനക്കപ്പടിയില്ലേ, ആ അവിടെ റിലേഷൻ ഉണ്ട് ചേട്ടന്റെ. ആണോ? എന്നെ എവിടെയെങ്കിലും വെച്ച് കാണണമെങ്കിൽ വന്ന് സംസാരിക്കും. ഇല്ല, ഞാൻ ഓഫീസിൽ വരാം. ഓക്കെ വരൂ, നമുക്ക് സംസാരിക്കാം. എല്ലാവരും നേരിട്ട് കാണാലോ. എല്ലാരും വരൂ കേട്ടോ, കോൺവെക്കേഷൻ എല്ലാരും വരൂ, നേരിട്ട് കാണാം. ഓക്കെ, ഇങ്ങോട്ട് വന്ന് സംസാരിക്കണം. എനിക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല, എന്നെ അറിയാലോ എല്ലാവർക്കും. അപ്പൊ ഇങ്ങോട്ട് വന്ന് സംസാരിക്കാം. പേര് പറയണം. എന്നോട് എല്ലാരും ഇങ്ങോട്ടൊന്ന് സംസാരിക്കണം കേട്ടോ. എനിക്ക് എല്ലാരും കറക്റ്റായിട്ട് അറിയൂല, എല്ലാരും എന്നോട് ഇങ്ങോട്ടൊന്ന് സംസാരിക്കണേ. കഴിഞ്ഞു, ലാസ്റ്റ് ക്ലാസ് ആണ്. എന്തൊക്കെയാണ് പറയാനുള്ളത്? മിസ് ചെയ്യുന്നുണ്ട് എല്ലാവരും? മിസ് ചെയ്യോ? കോൺവെക്കേഷൻ എനിക്ക് വരാൻ പറ്റൂല മാം. ആണോ? എവിടെയാണ്? ഞാൻ ഇവിടെ ഗൾഫിലാണ്. വരാൻ പറ്റില്ല. വെക്കേഷൻ ഇടാൻ പറ്റായിരുന്നു, പിന്നെയും പറ്റിട്ടായിരുന്നു. ആരും ഉറങ്ങുന്നുണ്ട്. സിനിച്ചാത് ആ കുട്ടി ഇരുന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ആ ചേച്ചി മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ഉറങ്ങുന്ന കണ്ടോ? അയ്യോ, ഞാൻ കണ്ടു. ഞാൻ ഷാജിറിനെയാണ് താജിറ വിളിച്ചിരുന്നേ. ഓക്കെ, നല്ല കറങ്ങാണ്. കഴിഞ്ഞു, ഞാൻ പോട്ടെ. ചെയ്യാം നമുക്ക്. ബൈ എല്ലാവരോടും. ബൈ. നന്നായിട്ട് പഠിക്കൂ, എക്സാം ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യൂ. ഓക്കെ ഓക്കെ, ബൈ. താങ്ക് യു. ബൈ. Thank you, ma'am. Thank you, ma'am.